ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്ന് പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷം വിഷയം ഉന്നയിക്കുന്നു. ചർച്ചയാകാമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നുണ്ട്. അത് പക്ഷേ ഇന്നലെ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ ചർച്ചകൾക്കിടെയും കേന്ദ്രമന്ത്രി വന്നു പറഞ്ഞത് ചർച്ചയാകാമെന്നാണല്ലോ. പക്ഷേ എന്ത് ചർച്ചയാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്, ശ്രീ ജോൺ ബ്രിട്ടാസ്? ഈ സമരം ആരംഭിച്ചതു മുതൽ ഈ സമരത്തിൻ്റെ ഭാഗവാക്കായി നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഈ സമരത്തിലേക്ക് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഭാഗവാക്കായി രംഗത്ത് വരണമെന്നുള്ള അഭിപ്രായമായിരുന്നു ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ് പാർട്ടി കൂടി ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ചർച്ചയല്ല ഇവിടെ പ്രധാനം, നടപടിയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. എല്ലാ എഴുത്ത് പരീക്ഷകളും ചോർത്തപ്പെടുന്നു, ലീക്കാകുന്നു. ഒരാളും ഉത്തരവാദിയല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വച്ചിട്ട് പന്താടുന്നു. കഴിഞ്ഞ ഏതാനും വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 150ഓളം പരീക്ഷകൾ തന്നെ ഇതുപോലെ ചോർന്നിട്ടുണ്ട്. ഈ ചോർത്തിവരാരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണം പോലും നടന്നിട്ടില്ല. പ്രധാനമന്ത്രി ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്, പരീക്ഷപ്പ ചർച്ച, പരീക്ഷയ്ക്ക് മേലുള്ള ചർച്ച. പക്ഷെ പരീക്ഷപ്പേ ചോർച്ചയാണ് യഥാർത്ഥത്തിൽ. മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുക. യഥാർത്ഥത്തിൽ ഇത്ര ഭയാനകമായിട്ടുള്ള ഒരു അട്ടിമറി ഈ എഴുത്ത് പരീക്ഷകളുടെ കാര്യത്തിൽ സംഭവിക്കുമ്പോൾ അതിന് ആരെങ്കിലും ഒരു ഉത്തരവാദി വേണ്ടതില്ലേ? ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് 2 എഴുത്ത് പരീക്ഷകൾ, ഒന്ന് നീറ്റും CBSE, ഈ 2 പരീക്ഷകളിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൽ അണിനിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 45 ലക്ഷം, 50 ലക്ഷത്തോളം വരും. എന്ന് പറഞ്ഞാൽ ഒരു 5-6 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ട് ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് ഒരു സമരം ആരംഭിച്ചത്. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ ആരും നോക്കിയിട്ടില്ല, നോക്കേണ്ട ആവശ്യമില്ലെന്ന് വാർത്ത. എന്താ കാരണം എന്ന് വെച്ചാൽ അവരൊരു കോസിന് വേണ്ടിയിട്ട് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ലോകമെമ്പാടും പോയിട്ട് ഇത് ജനാധിപത്യത്തിൻ്റെ മാതാവാണ് ഇന്ത്യ എന്ന് പറയുകയും ഈ മാതാവിൻ്റെ തലസ്ഥാന നഗരിയിലുള്ള രാജപാതകളിൽ ഈ കുഞ്ഞുങ്ങളുടെ തലയോട്ടി അടിച്ചു പൊളിക്കുകയും ചെയ്യുന്നത് തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യമാണ് സ്വാഭാവികമായിട്ടും ഈ പ്രതിഷേധത്തെ ആളിക്കത്തിച്ചിരിക്കുന്നത്. ഞാനിപ്പം ഒരു അരമണിക്കൂറിന് മുമ്പ് ഞാൻ ജന്തർ മന്ദറിലുണ്ടായിരുന്നു. അതായത് ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒഴുകിയെത്തുകയാണ്. ആ വേദിയിലേക്ക് MP ആയതുകൊണ്ട് മാത്രമാണ് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അതായത് പോലീസ് എന്തെല്ലാം തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഈ യുവശക്തി ഈ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുകയാണ്. എത്രയോ ഇടിവാനുകൾ ഡൽഹിയുടെ പല റോഡുകളിലും പാർക്ക് ചെയ്തിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. എങ്കിൽ കൂടി ഈ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അങ്ങോട്ട് ഒഴുകുകയാണ്. ഇപ്പോൾ ഈ സമരം പാർലമെൻറ്റ് മാർച്ച് നടന്ന സമയത്ത് പാർലമെൻറ്റ് ഗേറ്റ് വരെ നമ്മുടെ പ്രക്ഷോഭകരെത്തിയിരുന്നു. ഞങ്ങൾ ഏതാനും MP-മാർ, ഇടതുപക്ഷ MP-മാർ, ഞങ്ങൾ ഈ റെയിൽ ഭവൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു തലസ്ഥാനത്ത്, ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ആൾക്കാരെ അടിച്ച് റോഡിലിട്ടിരിക്കുകയാണ്. അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, അവരുടെ കാലും കൈയും ഒടിഞ്ഞിരിക്കുകയാണ്. നിരവധി ആൾക്കാരെ ഇടിവണ്ടികളിൽ കയറ്റി മർദ്ദിച്ച് മണിക്കൂറുകളോളം അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു, പൂട്ടി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഒരു വാഹനത്തിൽ നിന്ന് 10-20ഓളം പേരെ അവിടുന്ന് മോചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലാണ്. ഞാൻ മാധ്യമപ്രവർത്തകനായും പൊതുപ്രവർത്തകനായും ഒരു 3-4 പതിറ്റാണ്ടോളം ചെലവഴിച്ചൊരു നഗരത്തിൽ എനിക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഡൽഹി നഗരത്തിൽ അരങ്ങേറിയത്. ഇപ്പോൾ 3:30 മണിക്ക് ഞങ്ങൾ 3 MP-മാർ, വിവേക് തങ്ക, സാഗരിക ഘോഷ്, ഞങ്ങൾ 3 പേര് സോനം വാങ്ചുക്കിനെ കണ്ടിരുന്നു. ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിൽ പോയി അദ്ദേഹവുമായിട്ട് 1/4 മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം ഈ ഉപവാസം, നിരാഹാരം അവസാനിപ്പിക്കണമെന്നുള്ള
MP-മാരുടെ 20ഓളം MP-മാരുടെ അഭ്യർത്ഥന നേരിട്ട് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തിനെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്താ കാരണം വെച്ചാൽ സബ്ദർഗ ആശുപത്രിയിൽ ഞങ്ങൾ കാണാൻ പോയ സമയത്ത് ഞങ്ങളെ പോലീസ് അങ്ങോട്ട് അടുപ്പിച്ചിരുന്നില്ല. ഇപ്പം മേധാന്തയിൽ ഞങ്ങൾ അവിടെ അദ്ദേഹത്തിനെ കണ്ടു, 3 പേര്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഉപവാസം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആഗ്രഹം യഥാർത്ഥത്തിൽ ഫലവത്താകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ എന്നെ മതിക്കുന്നൊരു വിഷയമുണ്ട്. ഞാനിവിടെ ഉപവാസം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ ഈ പറയുന്ന കിരാത നിയമങ്ങൾ, UAPA പോലുള്ള കിരാത നിയമങ്ങൾ ചുമത്തി ഇവരുടെ ഭാവി അവതാളത്തിലാക്കുമെന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ അപേക്ഷ, നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ പരിശോധിക്കാം, പക്ഷേ ഞാൻ സർക്കാരിനോട് ചില ഉറപ്പുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ പോവുകയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുന്നതിനുള്ള കാരണം എന്താണ്? കനത്ത പിടിപ്പുകേട് എന്ന് പറയുന്നത്, അതായത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ആത്മാവ്, സത്ത ചോർന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചയ്ക്ക് വിളിക്കായിരുന്നു. അവർ നിരവധി തവണ ചർച്ച ചെയ്യാൻ വേണ്ടി ആരെയെങ്കിലും അയക്കണം, അതല്ലെങ്കിൽ ആരെയെങ്കിലും നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പോലും ആരും കൂട്ടാക്കിയില്ല. ഈ പാർലമെന്റ് സമ്മേളനം വന്ന് സമ്മർദ്ദം വർദ്ധിക്കുന്നു. പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ച ശേഷം എന്ന് പറഞ്ഞാൽ സമരം തുടങ്ങി 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സന്നദ്ധമായത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഈ പറയുന്ന കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ അംഗബലമാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ തെരുവിലിട്ട് നരനായാട്ട് നടത്തുന്നു. ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു കാര്യമുണ്ട്. അതായത് സാധാരണഗതിയിൽ അതിർത്തിയിലൊക്കെ പാകിസ്ഥാൻ സൈന്യത്തോട് പ്രതിരോധം തീർക്കേണ്ട ഈ സേനാംഗങ്ങളെയൊക്കെ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഈ പാവപ്പെട്ട നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുകയാണ്, അവരെ അടിച്ചൊതുക്കുകയാണ്. അതോടൊപ്പം തന്നെ RSSന്റെ പ്രവർത്തകരും ചേർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പിരക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. തീർച്ചയായും ഇതുവരെ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെന്റിൽ അദ്ദേഹം വന്നിട്ടുമില്ല എന്നുള്ളതാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.